ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 67-ാമത്തെ വാക്യം മുതൽ 75-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സെഖര്യാവ് ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സമയങ്ങളെ വേർതിരിക്കുന്ന സന്ദർഭമാണ് നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവമേൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ നിന്നപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ച നിന്ദയുടെയും നിരാശയുടെയും ഒക്കെയും ഒരു മറുപടിയായി ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വാഗ്ദത്തം സെഖര്യാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ വെളിപ്പെട്ട ചരിത്രമാണ് 1-ാമത്തെ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയമായും ആ ദൈവം നമുക്ക് ഇന്നും മറുപടി നൽകുവാൻ ശക്തനായ ദൈവമാണ്. നാളുകളേറെയായി സെഖര്യാവും എലിസബത്തും പ്രാർത്ഥിക്കുന്ന വിഷയം, നാളുകളേറെയായി അവർ ഈ വിഷയത്തിൽ നിന്നെ അനുഭവിച്ചുകൊണ്ട് നിരാശയിലാഴ്ന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ അവരുടെ നിന്ദയെ മാറ്റി, നിരാശയെ മാറ്റി, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ ഈ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആയിത്തീരുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരകനായി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വലിയ വിഷയമായിരുന്നാലും അതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നൊരു കർത്താവുണ്ട്. അതേ സെഖര്യാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ അവർ പുറത്തിറങ്ങിയാൽ അവരനുഭവിക്കുന്ന ഒരു നിന്ദയുണ്ട്. അവരകത്തു നിന്നാൽ അനുഭവിക്കുന്ന ഒരു നിരാശയുണ്ട്. നിന്ദയുടെയും നിരാശയുടെയും വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ ആ പ്രിയപ്പെട്ടവർ കടന്നുപോയപ്പോൾ നിന്ദയും നിരാശയും മൂടിയ ജീവിതത്തിനകത്ത് അവർ മുങ്ങിപ്പോയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അവരെ കരം പിടിച്ചുയർത്തി. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് അവരെ ദൈവം അടുപ്പിക്കുവാനിടയായിത്തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ്റെ വാഗ്ദത്തത്തിലേക്ക് അവൻ ഈ ദിവസങ്ങളിൽ നമ്മെ അടുപ്പിക്കുവാൻ പോകുകയാണ്. അതെ, തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവമേൽപ്പിച്ചതിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട്, പിന്മാറാതെ നിന്നുകൊണ്ട് സെഖര്യാവ് ദൈവസന്നിധിയിൽ വേല ചെയ്തു വന്നപ്പോൾ അതെ, അവൻ്റെ മുഖത്തെ ആദരിച്ച ഒരു കർത്താവുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മറുപടികളെ കണ്ട് സന്തോഷിക്കുവാൻ പരിശുദ്ധയാത്മാവ് സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.